Hello friends, welcome to SAT, St. Augustine Tuition Center Maduthumadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit staugustintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നു സോളിഡ്സ് പാർട്ട് 10, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ, more problems 2. Please visit part 1 to 10 before watching this video. Problem number 8. A cone-shaped firework is of base diameter 10 centimeters and height 12 centimeters. 10,000 such fireworks are to be wrapped in color paper. The price of paper is 2 rupees per square meter. What is the total cost of wrapping? വൃത്തസ്തൂപികയുടെ ആകൃതിയിലുള്ള ഒരു പൂക്കുറ്റിയുടെ പാദവ്യാസം 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററുമാണ്. ഇത്തരം 10,000 പൂക്കുറ്റികളുടെ പുറംഭാഗം മുഴുവൻ വർണ്ണക്കടലാസ് ഒട്ടിക്കണം. ഒരു ചതുരശ്ര മീറ്റർ വർണ്ണക്കടലാസിന് 2 രൂപയാണ് വില. ഇതിന് ആകെ എത്ര രൂപ ചെലവാകും? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് ഇതേപോലത്തെ ഒരു പൂക്കുറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ മത്താപ്പൂക്കില്ലേ കത്തിക്കണത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ തീ വെച്ച് കത്തിങ്ങനെ ഉണ്ടോ ഈ സാധനം. ഇങ്ങനത്തെ ഒരു 10,000 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 10,000 സച്ച് ഫയർ വർക്ക്സ്. ഇതേപോലത്തെ ഇതൊരെണ്ണമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതുപോലത്തെ എത്ര ഉണ്ട്? 10,000. ഇതിന് ചുറ്റും നിങ്ങളിങ്ങനെ പൊതിയണം, കടലാസ് വെച്ച് ചുറ്റും താഴെ മുകളിലൊക്കെ പൊതിയണം. അങ്ങനെ കടലാസ് വെച്ച് പൊതിയണമെങ്കിൽ ഇത് ഒരെണ്ണം പൊതിയാൻ മൊത്തം എന്താണ്? ഒരെണ്ണം പൊതിയുമ്പോൾ അതിനകത്ത് 1 സ്ക്വയർ മീറ്ററിന്, അതായത് 1 മീറ്റർ വീതി 1 മീറ്റർ നീളം ഉള്ള 1 സ്ക്വയർ മീറ്റർ നമുക്ക് പൊതിയുന്നതിന് 2 രൂപ ചെലവ് വരും. അങ്ങനെയാണെങ്കിൽ 10,000 പൂക്കുറ്റികൾ ഇതേപോലത്തെ പൊതിയാനായിട്ട് എത്ര രൂപ ചെലവാകും? എന്താണ്? ദ പ്രൈസ് ഓഫ് പേപ്പർ ഈസ് 2 rupees പെർ സ്ക്വയർ മീറ്റർ. അതായത് ജസ്റ്റ് ഒരു സ്ക്വയർ, ഇത് ഇത്രയുള്ള ഒരു ചതുരം, സമചതുരം, 1 മീറ്റർ വീതിയും 1 മീറ്റർ നീളമുള്ള ഒരു ചതുരം. ഈ ഇത്രയും ചതുരം പൊതിയണമെങ്കിൽ എന്ത് രൂപ വരും? എത്ര രൂപ വരും? 2 രൂപ വരും. മനസ്സിലായോ? അപ്പോ 10,000 ഫയർ വർക്ക്സ്, 10,000 എണ്ണം പൊതിയാൻ എത്ര രൂപ ചെലവ് വരും? അപ്പൊ നമ്മൾ എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഒരെണ്ണം എത്ര സ്ക്വയർ മീറ്റർ ആണെന്ന് അറിയണം. അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ആകെ പൊതിയാൻ എടുക്കുന്ന ഏരിയ, അത് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ 10,000 കൊണ്ട് ഗുണിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ. ഫസ്റ്റ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഇൻറ്റു 10,000, 10,000 ചെയ്യാം. അപ്പൊ എന്താ കിട്ടും? 10,000 എണ്ണത്തിന്റെ എന്താണ് ഏരിയ കിട്ടും. ക്ലിയർ? ഓക്കെ, അത് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് സെന്റിമീറ്റർ ആണ്. കണ്ടോ, എല്ലാ സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ മീറ്ററിലാക്കാൻ 10,000 കൊണ്ട് തന്നെ ഹരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 10,000 കൊണ്ട് ഹരിക്കാം. അപ്പൊ അതെന്തിലോട്ട് കൺവേർട്ട് ആയി? മീറ്ററിലേക്ക് കൺവേർട്ട് ആയി. തേർഡ് സ്റ്റെപ്പില് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ടോട്ടൽ സർഫസ് ഏരിയ ഇൻറ്റു ഫോർ 10,000, 10,000 എണ്ണത്തിന്റെ ഏരിയ കേട്ടോ, ഇൻറ്റു 2 rupees. ഇത്രയും ചെയ്താൽ നമ്മുടെ കണക്ക് എന്താണ്? കംപ്ലീറ്റ് ആയി. ക്ലിയർ? സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ. ഈ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇതിന് ചുറ്റുമുള്ള ഏരിയ പ്ലസ് ഈ താഴെയുള്ള വൃത്തം ഉണ്ടോ, ഈ ഏരിയ, ഇത് ബേസ് ഏരിയ പ്ലസ് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ. സോ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ, വി നോ ദാറ്റ് ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. എന്താ കാരണം? ബേസ് ഇസ് എ സർക്കിൾ. പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ is equal to pi r l. Clear? So total surface area is equal to എന്താണ്? ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ
പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ എന്താണ് പൈ ആർ എൽ. എന്താണ് ഈ കർവ്ഡ് സർഫസ് ഏരിയ? പാർസലിന്റെ വിസ്തീർണ്ണം. സോ ഇവിടെ നിന്ന് നമ്മൾ പൈ ആർ പുറത്തെടുത്തു. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ ഫോർമുല ഡെറിവേഷൻ. പൈ ആർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർ ഉണ്ട്, ആർ പ്ലസ് ഇവിടെ എന്തുണ്ട് ഒരു എൽ ഉണ്ട്. സോ ദിസ് ഈസ് ദ സിംപിളസ്റ്റ് ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സർഫസ് ഏരിയ. ഇങ്ങനെ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിക്കണം, അത് 10,000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10,000 എണ്ണത്തിന്റെ ആയി. അത് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ 2 രൂപയോട് ഗുണിച്ചാൽ ഉത്തരമായി. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല എഴുതാ. ഇപ്പൊ പറഞ്ഞത് പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇനി ആർ അറിയണം. നോക്കൂ, നമുക്ക് ഇവിടെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കണ്ടോ എന്ത് തന്നിട്ടുണ്ട്? ദിസ് ഈസ് ഡയാമീറ്റർ. ഉണ്ടോ? ഡയാമീറ്റർ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ക്ലിയർ? നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആ ഡയാമീറ്ററിന്റെ എന്താണ് പകുതി എടുക്കുകയാണ്. 10 റേഡിയസ് ഇസ് ഈക്വൽ ടു ഡയാമീറ്റർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 by 2 is equal to 5. Clear? So radius is equal to 5 centimeter. Again, a cone shaped for base diameter 10 centimeters and height 12 centimeters. നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്ന ഹൈറ്റ് നൽകുന്നുണ്ടോ? This is height. ഇത്രയാണ് 12 centimeters. h സമം 12 centimeter. But നമുക്ക് ഇവിടെ ഫോർമുലയിൽ എന്തൊക്കെ വേണം? നമുക്ക് ഫോർമുലയിൽ r വേണം. Yes, r is here. Then ഇവിടെയും r ഉണ്ട്. But l, where is l? l ഇല്ല. അപ്പോൾ l നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ, ഇത് ഒരു മട്ടത്രികോണമാണ്. കണ്ടോ? This is r and this is h. l എന്ന് പറഞ്ഞാൽ ഈ ചരിവാണ്. കണ്ടോ? l. So according to Pythagoras theorem, l square is equal to r square plus h square. കണ്ടോ? ഇത് 90 ഡിഗ്രിയാണ്. ക്ലിയർ? ഓക്കെ, സോ നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ച് l നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. l square is equal to r square plus h square. So what is l? l is equal to root of r square plus h square. Clear? Okay. What is r? 5. What is h? 12. This is equal to root of 5 square plus 12 square. Clear? 5 square plus 12 square. What is 5 square? This is equal to 25 plus what is 12 square? 144. This is equal to root of 169. What is the root of 169? Is equal to 13. Is equal to 13. What is L? L is equal to 13. Clear? So L സമം 13 centimeter. അപ്പോൾ എല്ലാം കിട്ടി, r കിട്ടി, L കിട്ടി. നമ്മൾ എന്താ മതി? ആ വാല്യൂ ആണ് കൊടുത്താൽ മതി. സോ L സമം 30 centimeter, R സമം 5 centimeter. Put the values here. Okay. Values കൊടുക്കുമ്പോൾ total surface area is equal to pi into r. What is r? 5 centimeter. 5 bracket open ചെയ്യുക. L. What is L? 13 centimeter. Plus r. What is r? 5 centimeter. Clear? Okay. So put the values. ഇനി എന്താണ്? 13 plus 5 is equal to 18. Clear? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് 5 into 18. 5ഉം 18 കൂടി എന്ത് ചെയ്യണം? ഗുണിക്കണം. 5 5 40, 90 ഇൻറ്റു ഇവിടെ എന്താണ്? പൈ അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു 19 പൈ. ക്ലിയർ? ദെൻ ഇനി എന്ത് ചെയ്യണം നമ്മൾ? 19 പൈ ആണ്. അപ്പോൾ 90 ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ? പൈ ഇസ് ഈക്വൽ ടു 3.14. ഓക്കെ, so multiply with 3.14. So the answer is 282.6 centimeter square. Centimeter square. മനസ്സിലായോ? മീറ്ററിലല്ല സെന്റിമീറ്റർ, കാരണം റേഡിയസ് സെന്റിമീറ്റർ, L ആണ് സെന്റിമീറ്റർ. Okay, so convert it into meter. So how to convert? 100
centimeter is equal to 1 meter. Clear? So ഞാൻ ഇവിടെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ 100ന്റെ സ്ക്വയർ വരുമ്പോൾ എന്താവും? 1 2 3 4. That is 10,000 centimeter square is equal to, ഇവിടെയും സ്ക്വയർ ചെയ്യണം, ലെഫ്റ്റും റൈറ്റും സ്ക്വയർ ചെയ്യാം, 1 meter square. Clear? So 1 meter square is equal to 10,000 centimeter square. നമുക്ക് ഇവിടെ എത്ര സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്? ഇത്രയുണ്ടല്ലേ. അപ്പോൾ 2.6 centimeter square is equal to x meter square എന്നെടുക്കുക. എന്താണ് നമ്മുടെ കണ്ടീഷൻ? 10,000 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 252.6 സെന്റിമീറ്റർ സ്ക്വയർ എത്ര മീറ്റർ സ്ക്വയർ? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഉണ്ടോ? So this is equal to x into 10,000 centimeter square is equal to 1 meter square. 1 meter square into 282.6 centimeter square. Clear? അപ്പോൾ x നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ x is equal to ഇവിടെ this divided by this one എന്താവും? 10,000 centimeter square. Centimeter square get cancel. So 252.6 divided by 10,000. അതായത് ഇതിനെ to convert into meter square divided it with 10,000. Clear? നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10,000. മനസ്സിലായോ? ക്ലിയർ? സോ ഇത് ഒരെണ്ണത്തിന്റെ അതായത് ഇറ്റ് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഓൺലി one fireworks. Clear? Now ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരാളുടെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം, ചുറ്റും പൊതിയാൻ വേണ്ട കടലാസിന്റെ വിസ്തീർണം ഒരാളുടെ. അതിനെ സെന്റിമീറ്ററിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 10,000 നമുക്ക് ചെയ്യാം. ഓക്കെ, സോ 10,000 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ഒരാളുടെയാണ്. 10,000 എന്തിനു കാണാനോ? ഇൻറ്റു 10,000 which gives എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 10,000 fireworks. So to find the total surface area of 10,000 fireworks, multiply with 10,000. മനസ്സിലായോ? ഇതെന്താണ്? It is only the total surface area of ഒരു പുക്കുറ്റിയുടെ ഒരു ഫയർ വർക്സിന്റെ ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലത്തെ 10,000 എണ്ണത്തിന്റെ കാണാൻ just multiply it with 10,000. So what happened? 10,000 get cancelled. Clear? Okay. So multiply with 10,000 and at last this 10,000 and 10,000 get cancelled. So total surface area of 10,000 fire അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 10,000 കൊണ്ട് എന്ത് ചെയ്തു? ഗുണിച്ചു. സോ നേരത്തെ ഓൾറെഡി നമ്മൾ 10,000 കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹരിച്ചിട്ടുണ്ട്. അത് എന്തിനാണ് അങ്ങനെ ചെയ്തത്? മീറ്ററിലോട്ടാക്കാൻ. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 10,000 10,000 വെട്ടിപ്പോകും. So the final answer is 28.26 meter square. Clear? It is the total surface area of 10,000 fireworks. Clear? 10,000 ഇതേപോലത്തെ ഫയർ വർക്ക്സ് ഉണ്ടാക്കാൻ ഇത്രയും മീറ്റർ സ്ക്വയർ വേണം. ഇതിനകത്ത് 1 meter square is equal to 2 rupees. 2 രൂപ. സോ ഇത്രയും മീറ്റർ സ്ക്വയറിനെ കാണാനായിട്ട് just multiply with 2 rupees. Clear? Okay. So cost of 10,000 fireworks is equal to 562 rupees. എങ്ങനെയാണ് കിട്ടിയത്? ഇത് ഇത്രയും it is the total surface area of 10,000 fireworks. അതിനകത്ത് 1 മീറ്റർ സ്ക്വയറിന് 2 രൂപ. അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയറിന് ഇൻറ്റു 2. ഇതിൻ്റെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ the answer is
562 rupees. Clear? Okay. Next problem number 9. Prove that for a cone made by bending a semicircle, the curved surface area is double the base area. ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് അതിന്റെ പാദപരപ്പളവിന്റെ 2 മടങ്ങാണെന്ന് തെളിയിക്കുക. Prove that for a cone made by bending a semicircle, the curved surface area is double the base area. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? Prove that for a cone made by bending a semicircle, ഒരു അർദ്ധവൃത്തം. സപ്പോസ് നമ്മളൊരു വൃത്തം എടുത്താൽ അതിന്റെ ഹാഫ് ഉണ്ടോ, ഹാഫ് ആണ് അർദ്ധവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? കൺസിഡർ എ സർക്കിൾ. ഇതൊരു സർക്കിളാണ്. ക്ലിയർ? നമ്മൾ ഈ സർക്കിളിനെ കൃത്യം രണ്ടാക്കും, പകുതിയാക്കും. സോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു പോർഷൻ ഇതാണ് സെമി സർക്കിൾ. നമ്മൾ ഇത് വളച്ചിട്ട് ഈ ഒരു പോർഷൻ ഇത് വളച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോവാണ്? ഒരു കോൺ ഉണ്ടാക്കി. ഓക്കെ. Prove that for a cone made by bending a semicircle, the curved surface area, എന്നുവെച്ചാൽ ഈ കോണിന്റെ ചുറ്റുപാടുള്ള ഏരിയ is equal to double the base area. That is curved surface area of the cone is equal to 2 into base area. Base area എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ക്ലിയർ? സോ രണ്ടാക്കുന്നു നമ്മൾ കണ്ടോ, ഇങ്ങനെ ഒരു ഹാഫ് എടുക്കുന്നു, പകുതി എടുക്കുന്നു. ഓക്കെ. ഈ പകുതി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന ആ കോണിന്റെ ചുറ്റുപാടുമുള്ള ഏരിയ കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്താണ്? ബേസ് ഏരിയ. ബേസ് ഏരിയ ഏതാണ്? താഴെയുള്ള വൃത്തത്തിന്റെ ഏരിയ. ഓക്കെ. ഇതാണ് ചോദ്യം എന്ന് തെളിയിക്കണം. ഓക്കെ. പ്രൂവ് ദാറ്റ് എന്നാണ് പറഞ്ഞത്. നോക്കൂ, ടു പ്രൂവ് curved surface area is equal to 2 into base area of cone. എന്താണ് തെളിയിക്കേണ്ടത്? curved surface area, അതായത് ഇത് is double എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into the base area. Base area. So base area ഇതാണ് താഴെയുള്ളത്. ഓക്കെ. curved surface area ഇവിടെ കോണിന്റെ. ഈ കോൺ എങ്ങനെ ഉണ്ടായത്? ഈ ഒരു ചെറിയ എന്താണ് വൃത്തം, പകുതി വൃത്തം, സെമി സർക്കിൾ, ഇത് വളച്ചാണ് ഈ കോൺ നമ്മൾ ഉണ്ടാക്കിയത്. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു കോണാണ്. ആ കോണിന്റെ റേഡിയസ്, ദിസ് ഈസ് ദ റേഡിയസ് സ്മോൾ ആർ. ഓക്കെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ദിസ് കോൺ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബേസ് ഏരിയ ഓഫ് കോൺ. ക്ലിയർ? സോ ദ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ ടേക്കൺ ആസ് ക്യാപിറ്റൽ ആർ. നമ്മൾ ഈ അർദ്ധവൃത്തത്തിന്റെ റേഡിയസിനെ എന്തായിട്ട് എടുക്കുക? ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുക. ദിസ് റേഡിയസ്. ഓക്കെ. എന്താണ്? ക്യാപിറ്റൽ ആർ. ഉണ്ടോ? Then what is the area of semicircle? Area of the semicircle is equal to area of whole circle is equal to pi r square. ഒരു വലിയ വൃത്തത്തിന്റെ ടോട്ടൽ ഏരിയ, total area of the whole circle is equal to pi r square. Semicircle is equal to pi r square by 2. Clear? So this is the area of this figure, semicircle. Clear? ടോട്ടൽ ഏരിയ, ഒരു വലിയ വൃത്തത്തിന്റെ ഹോൾ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ, സെമി സർക്കിള് പൈ ആർ സ്ക്വയർ ബൈ 2. ഈ ഒരു പോർഷനാണ് നമ്മൾ എന്താക്കി മാറ്റിയിരിക്കുന്നത്? കോണാക്കി മാറ്റിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പോർഷനിൽ അതേ ഏരിയ തന്നെയായിരിക്കും ഇവിടെയുള്ള കർവ്ഡ് സർഫസ് ഏരിയ. ദാറ്റ് മീൻസ് ദ ഏരിയ ഓഫ് ദ സെമി സർക്കിൾ ഈക്വൽ ടു ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ക്ലിയർ? സോ pi r square by 2 is equal to curved surface area of cone. Clear? Then this is the r, length of the arc of the semicircle. ഇതിന്റെ നീളം ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം എത്രയാണ്? പൈ ആർ. ഇതെങ്ങനെ കിട്ടി സാർ? നമുക്കറിയാം ടോട്ടൽ വൃത്തത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ ക്യാപിറ്റൽ ആർ. ഇവിടെ പകുതി വൃത്തയിലുള്ളൂ, പകുതി വൃത്തമുള്ളൂ. അപ്പോൾ 2 പൈ ക്യാപിറ്റൽ ആർ ബൈ 2 എന്ന് പറയുമ്പോൾ 2 ഗെറ്റ് ക്യാൻസൽ. ദ ആൻസർ ഈസ് പൈ ആർ. ഓക്കെ. സോ ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് ദ സെമി സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ. ഓക്കെ. ഇതേ ആർക്ക് തന്നെയാണ് ഇവിടെ എന്തായി മാറിയിരിക്കുന്നത്? വൃത്തമായിട്ട് മാറിയിരിക്കുന്നത്. കണ്ടോ? ദിസ് ആർക്ക് ഇസ് ഈക്വൽ ടു ദി പെരിമീറ്റർ ഓഫ് ദി ബേസ്. ഓക്കെ.
അപ്പോൾ ആ പെരിമീറ്റർ എന്ന് പറയുന്നത് പൈ ക്യാപിറ്റൽ ആർ. എന്താണ്? ബേസ് പെരിമീറ്റർ ഓഫ് ബേസ് ഓഫ് കോൺ. നമ്മൾ പറഞ്ഞു എന്താണ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് സെമി സർക്കിൾ എന്താണ് പൈ ആർ. ദിസ് ഈസ് പൈ ആർ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് പെരിമീറ്റർ ഓഫ് ദി കോൺ. സോ പെരിമീറ്റർ ഓഫ് ബേസ് ഓഫ് ദി കോൺ ഇസ് ഈക്വൽ ടു പൈ ആർ. മനസ്സിലായോ? ഈ പൈ ആർ തന്നെയാണ്, അതായത് ഈ നീളം തന്നെയാണ് ഈ താഴെയുള്ള വൃത്തത്തിന്റെ നീളവും. ഓക്കെ, അപ്പൊ ഈ നീളം എന്താ? ആർക്കിന്റെ നീളം എന്താ? ലെങ്ത് ഓഫ് ആർക്ക് ഇസ് ഈക്വൽ ടു പൈ ആർ. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി perimeter of base of the cone. So perimeter of base of cone is equal to same pi r. Clear? Then if the radius is smaller, okay, the radius is smaller, then what is the perimeter of this circle? It's very simple. Perimeter of any circle is equal to 2 pi into radius. So this is equal to, the perimeter is equal to, perimeter of the base of cone is equal to 2 pi small r. Clear? And also it is equal to the length of the arc of the semicircle. Perimeter എന്ന് പറഞ്ഞാൽ 2 pi r ആണ്, കാരണം ഇതൊരു വൃത്തമാണ്, അതിന്റെ റേഡിയസ് സ്മോൾ r ആണ്. ഒപ്പം തന്നെ ഈ ആർക്ക് വളഞ്ഞാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പൈ ആർ എന്ന് പറയുന്ന ആർക്കിന്റെ ലെങ്ത്തും 2 pi r എന്ന് പറയുന്ന ഈ വൃത്തത്തിന്റെ perimeter രണ്ടും സെയിം ആണ്. This is same. Okay, therefore pi r, what is pi r? Length of arc of the semicircle is equal to 2 pi r. What is 2 pi r? Perimeter of this base circle of the cone. Clear? So എന്താ കിട്ടിയത്? pi capital R is equal to 2 pi r small r. then നമുക്ക് ഇവിടെ നിന്ന് എന്ത് വെട്ടിക്കളയാം? ഇവിടെ നമുക്ക് pi get cancel. So capital R is equal to 2r. Clear? ഇവിടെ നമ്മൾ r നെ മാത്രം നിർത്തിക്കാൻ എന്താണ്? small r is equal to capital R by 2. So നമുക്കിവിടെ ഇതിന്റെ ആൻസർ കിട്ടി. What is this? Small r, radius of the semicircle കിട്ടി. Clear? Base area of cone എന്ന് പറഞ്ഞാൽ എന്താണ്? pi r square. So നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 into base area of cone ആയിരിക്കും. ബേസ് ഏരിയ ഓഫ് കോൺ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. ക്ലിയർ ആയോ? പൈ സ്മോൾ ആർ സ്ക്വയർ. വാട്ട് ഈസ് സ്മോൾ ആർ? ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ 2. സോ ബേസ് ഏരിയ ഓഫ് കോൺ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു, ഇൻസ്റ്റെഡ് ഓഫ് ആർ പുട്ട് ക്യാപിറ്റൽ ആർ ബൈ 2, ആർ ബൈ 2 ഹോൾ സ്ക്വയർ. ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ capital R square divided by 4. ഇത് എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇരട്ടിയാണ് അല്ലേ? നോക്കൂ, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു എന്താണ്? കണ്ടോ, കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇരട്ടിയാണ് ബേസ് ഏരിയ. ശരിയല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെ തെളിയിക്കാം. നോക്കിക്കോളൂ കേട്ടോ. എന്താണ് നമ്മൾ സ്മോൾ ആറിന്റെ സ്ഥലത്ത് എന്താണ്? ക്യാപിറ്റൽ ആർ ബൈ 2 കൊടുത്തു, ഹോൾ സ്ക്വയർ. It is equal to small r square divided by 2 square. മുകളിലുള്ളതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ താഴെയുള്ളതിന്റെ സ്ക്വയർ. That is r square divided by 4. ഓക്കെ, നമ്മൾ ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2 into ബേസ് ഏരിയ ഓഫ് കോൺ. അപ്പോൾ നമുക്കിത് ചെയ്യാം. 2 into what is the base area of cone? ഉണ്ടോ അത്? അപ്പോൾ 2 into pi into r square divided by 4. So 4 2 get cancelled by 2. So എന്താണ് കിട്ടിയത്? pi r square by 2. Pi r square by 2. This is same as the curved surface area of cone. Clear? Okay. So 2 into pi r square by 4. നമ്മൾ എന്താ പറയാൻ പോണ? എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ is equal to 2 into ബേസ് ഏരിയ ഓഫ് കോൺ. ബേസ് ഏരിയ ഓഫ് കോൺ എന്താണ്? പൈ ആർ സ്ക്വയർ. അന്നത്തെ ആറിന് r by 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈ ആർ സ്ക്വയർ ബൈ 4 കിട്ടും. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, RHS, റൈറ്റ് ഹാൻഡ് സൈഡ് is equal to 2 into base area of cone. So 2 4 get cancelled. The answer is pi r square by 2. Okay, and it is equal to the
curved surface area. So 2 into what is this? Base area of cone. 2 into base area of cone is equal to pi r square by 2, and it is equal to curved surface area of cone. Okay, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? നെക്സ്റ്റ് പാർട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയം ഓഫ് എ കോൺ ആണ്. സോ പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട്. വെബ്സൈറ്റ് stAugustinTuition.blogspot.in വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സയൻസ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, ബയോളജി തുടങ്ങിയ മെനുസ് ലഭിക്കും. ഇവിടെ മാത്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിന്റെ ചാപ്റ്റേഴ്സ്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് ഉണ്ട്. സപ്പോസ് നിങ്ങൾക്ക് അരിത്തമാറ്റിക്സ് പ്രോഗ്രഷൻ ഒക്കെ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസും പാർട്ട് 1, 2, 3 എക്സെട്ര അങ്ങനെ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.